ഇത് ബാംഗ്ലൂർ കല്യാണം പാർട്ട് 2 വീഡിയോ ആണ്. ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 31st ജാനുവരിയിലാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പല ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഈ സാരി നോക്കി വെച്ചോളൂ, ഇതെൻ്റെ സ്വന്തം പേജിൽ നിന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ആ പേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഡീലേഴ്സിൽ നിന്നും ഞാൻ എടുത്തതാണ്. അവിടുത്തെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 സാരികളാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു, എല്ലാവരും പറഞ്ഞ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ റിസപ്ഷൻ സ്ഥലത്ത് എത്തി. എല്ലാവരും കൂടെ വന്നു. ഇപ്രാവശ്യം നമുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കൂടുതലും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ഫ്രണ്ട്സിനും പിന്നെ അവരുടെ പരിചയക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വീട്ടുകാരാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉണ്ടതേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യത്തെ മേക്കപ്പ് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. റിസപ്ഷൻ്റേത് രാവിലെ ഒരുങ്ങിയതുകൊണ്ടായിരിക്കണം എനിക്ക് വൈകിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് ഒരു തൃപ്തിയേ ഇല്ലായിരുന്നു. ഈ ഡ്രസ്സ് കണ്ടോ, ഈ ഡ്രസ്സ് എൻ്റെ റിസപ്ഷൻ്റെ, അതായത് എൻ്റെ കല്യാണത്തിൻ്റെ അടുക്കള കാണലിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എടുത്ത് വെച്ചിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന ഡ്രസ്സാണ് ഇത്. ഒറ്റ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഇടുന്നത് ആ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പിന്നെ അതുപോലെ തന്നെ ജാനിക്കുട്ടിയുടെ ഡ്രസ്സും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ജാനിക്കുട്ടിയുടെ ഡ്രസ്സ് ജാനിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ടിന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഡ്രസ്സും ബാഗും ഒക്കെ ഇട്ട് ആൾ നല്ല അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഗ്രേപ്പ് ജ്യൂസും പിന്നെ ഈ സ്നാക്കും ഒക്കെ കഴിച്ചു. ഇത് ഗ്രീൻ ചട്നിയും ടൊമാറ്റോ ചട്നിയും ഉണ്ടായിരുന്നു. ടൊമാറ്റോ ചട്നി കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഗ്രീൻ ചട്നി അടിപൊളിയായിരുന്നു. പിന്നെ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു, ജാനിക്കുട്ടിക്കും കൊടുക്കായിരുന്നു. കാരണം അവർ പറഞ്ഞു അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഷുഗറൊന്നും ഇട്ടിട്ടില്ല എന്ന്. കണ്ടോ ജാനിക്കുട്ടൻ്റെ ഡ്രസ്സ് കണ്ടോ, നല്ല ഡ്രസ്സാട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനിപ്പോൾ ഇച്ചിരി നീളം കുറഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കാം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോയി. ഈ ഫുഡിൻ്റെയൊക്കെ വളരെ 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 ഡീറ്റെയിൽഡായിട്ടുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുഡിന് മാത്രമായിട്ട്. പക്ഷേ അപ്പോഴും ഫുഡൊക്കെ അത്ര ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിപ്പോൾ ഷോർട്സൊക്കെ ഒരു 40 സെക്കൻഡ്സ് 36 സെക്കൻഡ്സ് അത്രയൊക്കെ മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഓടി പോകുന്ന പോലെ തോന്നുമായിരിക്കും. അപ്പോൾ ലോങ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിസപ്ഷൻ്റെ ഡിന്നർ ഇതായിരുന്നു. അവിടുത്തെ ഓരോ ഫംഗ്ഷനും ഫസ്റ്റ് നമുക്കൊരു തുണി തരും ഇലയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടോ, അതെനിക്ക് വളരെ ഒരു അതിശയമായിട്ട് തോന്നി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് ഉറപ്പായിട്ടും ഒരു 2 തരം സ്വീറ്റെങ്കിലും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് പേട, ആ ഒരു കാറ്റഗറി ഉള്ള സ്വീറ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് പായസം, അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ടൊമാറ്റോ വെഡ്ജസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സായിട്ട് വന്നത് പൂരിയാണ്. പൂരിയുടെ ഒരു കോമ്പിനേഷനായിട്ട് ഉണ്ടായിരുന്നത് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. വെജിറ്റബിൾ കുറുമയല്ല, വെജിറ്റബിൾ കറി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. വെജിറ്റബിൾ കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഇതൊരു പാലക് പൂരി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ പായസമായിട്ടുണ്ടായിരുന്നു, ചക്ക പായസമാണ്. അവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ ചക്ക അവിടെ ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ചക്കയുടെ ഡിഷ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂരിയൊക്കെ കഴിച്ചു കേട്ടോ. പൂരി ആ മസാല കറിയും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു. വെജിറ്റബിൾ മസാല, അതായത് ക്യാരറ്റും കിഴങ്ങും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള നല്ല കറിയായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല വെജിറ്റേറിയൻ ഫുഡ് എനിക്ക് ഇത്ര അധികം ഇഷ്ടപ്പെടുന്നത് അവിടെ ചെന്നപ്പോഴാണ്. അത്രയും നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റും ഈ ഡിന്നറും. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ഒന്നും പറയില്ല, അത്രയും നല്ലതാണ്. എനിക്ക് ഇഡ്ഡലിയൊക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു മെയിനായിട്ട് ഈ പനീർ കറിയാണ് കേട്ടോ. മിക്ക ഇതിലും നമുക്ക് പനീർ കറി കിട്ടും, അതിന് ഭയങ്കര ടേസ്റ്റുമാണ്. എന്നാൽ എനിക്ക് പനീർ ചിലപ്പോൾ വെക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ നമ്മൾ നോൺ വെജ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹോട്ടലിലൊക്കെ പോകുമ്പോഴും നമ്മൾ നോൺ വെജ് തന്നെ മേടിക്കണം. അതുകൊണ്ട് ഈ വെജിറ്റേറിയൻ ഡിഷസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ ഒരു വെജിറ്റേറിയൻ ഈ ഒരു സീരീസ് മൊത്തത്തിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ആ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചൗമീൻ കൊണ്ടു തന്നിരുന്നു. അതിനും ശേഷം റൈസും അതുപോലെ തന്നെ സാലഡും കൊണ്ടുവന്നിരുന്നു. അതിനൊക്കെ ശേഷം എന്താണ് നമ്മുടെ അടുത്ത സ്വീറ്റ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇതിൻ്റെ പേരെന്തായിരുന്നു എനിക്കറിയാം. നമ്മളിവിടെ സ്ഥിരം സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. എനിക്ക് ഗുലാബ് ജാമുൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ സ്വീറ്റ് ഉണ്ടായിരുന്ന ഐസ്ക്രീം, അത് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ ഞാൻ നേരെ പോയി വാങ്ങിച്ചത് ഈ ഒരു മീഠാപ്പാനാണ്. ഇത് കഴിച്ചതോടുകൂടി എനിക്ക് ഇത്രയും നല്ല ഗ്രാൻഡ് ഒരു ഡിന്നർ കഴിച്ചതിൻ്റെ മൊത്തം ഫീൽ അങ്ങ് പോയി കിട്ടി. അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഛർദ്ദിക്കാൻ വരുമോ എന്തൊക്കെയായിരുന്നു. പിന്നെ ഞാനത് തുപ്പിക്കളയുകയും ചെയ്തിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ എന്നെ ഈ കല്യാണത്തിൽ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാനും ശാന്തമായി ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയത് കുഞ്ഞിൻ്റെ അച്ഛനും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇവർ രണ്ടുപേരാണ് കുഞ്ഞിനെ ഫുള്ളായിട്ട് നോക്കിയത്. ഞാൻ വെറുതെ ഒരുങ്ങി നടന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു പാർട്ട് 3 ഉണ്ട്, അത് കല്യാണം വ്ളോഗാണ്. അത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ്